മുസ്ലിമുകൾ പറയും ഇവിടെ നിങ്ങൾക്ക് ദുനിയാവല്ല വേണ്ടത്, നമുക്ക് നാളെ ആഖിറം മരിച്ചു പോയിട്ട് അവിടെയാണ് സ്വർഗം വേണ്ടത്. ഇവിടെ നിങ്ങൾ വിഹരിച്ച് അള്ളാഹുവിനെ മറന്ന് വിഹരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് നാളെ ആഖിറം ഉണ്ടാവില്ല, അവിടെ സ്വർഗം ഉണ്ടാവില്ല. ഇത് ദുനിയാവ് അല്പമാണ്, ദുനിയാവല്ല വേണ്ടതെന്ന് പറഞ്ഞ് ഇവിടെ നിങ്ങൾ ദുനിയാവ് വിട്ടിട്ട് ആഖിറം തേടി പോയാൽ ആഖിറം ഉണ്ടാവില്ല, ദുനിയാവും ഉണ്ടാവില്ല. അങ്ങനെ കുറേ മക്കാമുകളിലും അവിടെയും ഇവിടെയൊക്കെ ആളുകൾ തെണ്ടി നടന്ന് നമുക്ക് കാണാം. തടിയും മുടിയും ജടയും ഒക്കെ വെച്ചിട്ട് അവർ ഭാര്യ ഉണ്ടാവും, കുട്ടികളുണ്ടാവും. അവരെ ഒന്നും നോക്കാൻ കഴിയാതെ അവർ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ട് ചീത്തപ്പേരും ആകെ പ്രശ്നമായിട്ട് ഇയാൾക്കും മാനസികമായി പ്രയാസവും പ്രശ്നമായിട്ട് മുന്നോട്ട് പോകുന്ന അയാൾക്ക് ഇവിടെ അയാൾക്കോ അയാൾ കുടുംബത്തിനോ നല്ല ജീവിതം നൽകാൻ കഴിയില്ല. ദൈവികമായി പൂർണ്ണമായി അയാൾക്ക് പ്രാപിക്കാനും കഴിയില്ല. അപ്പം അതാണ് ദുനിയാവും ആഖിറവുമില്ലാത്ത അവസ്ഥ എന്ന് പറഞ്ഞു. ഈ അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ രണ്ടും ചേർന്ന് കൊണ്ടുപോകണം. നിങ്ങളെ ഭാര്യയും കുട്ടികളും കുടുംബത്തെയും രക്ഷിക്കാൻ കഴിയണം, നിങ്ങൾ ബിസിനസ് നോക്കാൻ കഴിയണം, നിങ്ങൾ മുന്നിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും സഹോദരങ്ങൾക്ക് വരുന്നവർക്ക് സഹായിക്കാനും രക്ഷിക്കാനും കഴിയണം. ഇതാണ് ഏറ്റവും വലിയ ദൈവിക പ്രവർത്തനം അല്ലേ? ഇതാണ് വല്ല. അല്ല നിങ്ങൾ ദൈവമായിട്ട് മാറിയിട്ടിരിക്കാനല്ല, അത് കുറച്ച് മതി. ഓരോ പ്രദേശത്തും ഓരോ ആൾ മതി, അപ്പോഴേക്കും ഉണ്ടാക്കിയെടുത്താൽ മതി. ഓരോന്നും നിങ്ങൾ പള്ളിയിൽ വന്ന് ഫുൾ സമയം ആ ഇബാദത്തിൽ മുഴുകി ധ്യാനിച്ചിരിക്കലിനെക്കാട്ടിയും നല്ലത്, ദൈവത്തിന് തൃപ്തികരമായത് നിങ്ങൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ജനങ്ങളെ സേവിക്കലാണ്, സഹായിക്കൽ രക്ഷിക്കലാണ് ഏറ്റവും ഉന്നതി എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് നമ്മളിവിടെ എല്ലാം ചെയ്യേണ്ടത്.